നമസ്കാരം. കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് അനീമിയ അഥവാ വിളർച്ച എന്ന ആരോഗ്യ പ്രശ്നം പശുക്കളിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. രക്തപരാതങ്ങൾ, പ്രത്യേകിച്ച് തൈലേറിയ അനാപ്ലാസ്മ രോഗാണുക്കൾ കൂടുതലായി നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങിയതാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ പറഞ്ഞ പല രക്തപരാതങ്ങളുടെയും വാഹകരായ ചെള്ള്, പേൻ, പട്ടുണ്ണി മുതലായ ബാഹ്യപരാതങ്ങൾ കാലാവസ്ഥാ മാറ്റത്തോട് അനുരൂപപ്പെടാനായി കൂടുതൽ രൂപഭാവ മാറ്റങ്ങൾ കാണിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അനീമിയ ബാധിച്ച പശുക്കൾക്ക് പ്രതിരോധശേഷി കുറയുമെന്നതിനാൽ എല്ലാവിധ രോഗസാധ്യതകളും വീണ്ടും കൂടുന്നു. ഇങ്ങനെ കന്നുകാലികളുടെ ആരോഗ്യത്തെ വിഷമവൃത്തത്തിലാക്കുന്ന ആരോഗ്യ പ്രശ്നമായി വിളർച്ചാ രോഗം മാറിയിരിക്കുന്നു. പശുക്കളുടെ പ്രത്യുൽപാദന പ്രതിരോധ ശേഷികളിൽ കുറവ് വരുത്തി നേരിട്ടും അല്ലാതെയും കർഷകർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന അവസ്ഥയാണ് വിളർച്ചാ രോഗം അഥവാ സാധാരണ ഭാഷയിൽ ശരീരത്തിലെ രക്തക്കുറവ്. സമീകൃത തീറ്റയുടെ അഭാവം, ആന്തരിക ബാഹ്യ പരാത രോഗങ്ങൾ, പോഷക കുറവ് തുടങ്ങിയവയാണ് വിളർച്ച ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. കേരളത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥയും വന സമൃദ്ധിയുമൊക്കെ പരാതങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമാണ്. അതിനാൽ തന്നെ പരാതബാധയും പരാതങ്ങൾ പടർത്തുന്ന രോഗങ്ങളും അനീമിയയും ഇവിടെ കൂടുതലായി കണ്ടുവരുന്നു. കന്നുകാലികളിലെ കുടലിലും ആമാശയത്തിലും കാണപ്പെടുന്ന നാടവിര, ഉരുണ്ടവിര, ഫ്ലാറ്റ് വേം എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന വിരകൾ കുടൽ ഭിത്തികളിൽ വ്രണങ്ങൾ ഉണ്ടാക്കി രക്തസ്രാവമുണ്ടാക്കുന്നു. ഇതുമൂലം പോഷക പദാർത്ഥങ്ങളുടെ ആഗിരണവും കുറയുന്നു. വയറിളക്കം, ക്ഷീണം, വിശപ്പില്ലായ്മ എന്നിവയായിരിക്കും ഇതിൻ്റെ ഫലം. പശുവിൻ്റെ ചാണകം നിശ്ചിത ഇടവേളകളിൽ പരിശോധിച്ച് കൃത്യമായ ചികിത്സ നൽകണം. രക്തപരാതങ്ങൾ ഉണ്ടാക്കുന്ന പട്ടുണ്ണിപ്പനി, വട്ടൻപനി തുടങ്ങിയ രോഗങ്ങൾ രക്തകോശങ്ങളെ നശിപ്പിക്കുന്നു. കന്നുകാലികളുടെ തൊലിയുടെ പുറത്ത് കാണപ്പെടുന്ന ചെള്ള്, പേൻ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് നേരിട്ട് രക്തം കുടിച്ച് വിളർച്ചയുണ്ടാക്കുന്നു. ചെള്ള് പോലെയുള്ള ബാഹ്യപരാതങ്ങൾ രക്തപരാതങ്ങളുടെ രോഗവാഹകർ കൂടിയായിരിക്കും. കഠിനമായ പനി, രക്തനിറമുള്ള മൂത്രം, വിളർച്ച തുടങ്ങിയവയാണ് പ്രധാന രക്തപരാത രോഗങ്ങളുടെ ലക്ഷണങ്ങൾ. രക്തപരിശോധന വഴി രോഗനിർണയം നടത്തി യഥാവിധി ചികിത്സ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നൽകണം. ഇരുമ്പ്, ചെമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയ ധാതുക്കൾ രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്നതിന് ആവശ്യമാണ്. മണ്ണിൽ ഈ ധാതുക്കൾ കുറവായാൽ തീറ്റപ്പുല്ലിലും തൽഫലമായി കന്നുകാലികളിലും ഇവയുടെ കുറവുണ്ടാകാം. ധാതു ലവണ മിശ്രിതങ്ങൾ കന്നുകാലികളുടെ തീറ്റയിൽ ആവശ്യമനുസരിച്ച് ഉൾപ്പെടുത്തി പോഷക ന്യൂനതകൾ പരിഹരിക്കാം. സാധാരണ അവസ്ഥയിൽ ചുവപ്പ് മയത്തിൽ കാണപ്പെടുന്ന കണ്ണിന് താഴെയുള്ള ശ്ലേഷ്മ സ്തരത്തിൻ്റെ നിറം വിളർച്ചയുടെ അവസ്ഥ അനുസരിച്ച് ചെറിയ ചുവപ്പ് മയമോ വെളുപ്പിലോ ആയി കാണാം. കൂടാതെ തളർച്ച, ക്ഷീണം, പരുക്കൻ രോമാവരണം, മിനുസം നഷ്ടപ്പെട്ട ചർമ്മം, കിതപ്പ്, പാലുൽപാദനത്തിലെ കുറവ് എന്നിവ മറ്റ് രോഗലക്ഷണങ്ങളാണ്. കിടാവുകളിലും കിടാരികളിലും മണ്ണ് തിന്നൽ, വയറു ചാടൽ, രോമം കൊഴിച്ചിൽ, വളർച്ചയില്ലായ്മ, ഭംഗി നഷ്ടപ്പെട്ട രോമ ആവരണം ഇവ കാണാം. കൃത്യസമയത്തുള്ള വിരയിളക്കൽ, ബാഹ്യ പരാത നിയന്ത്രണം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചാണക, മൂത്ര, രക്ത പരിശോധന, കണ്ണിൻ്റെ ശ്ലേഷ്മ സ്തരത്തിൻ്റെ നിറവ്യത്യാസം ശ്രദ്ധിക്കുക, തീറ്റയിൽ ധാതു ലവണ മിശ്രിതങ്ങൾ ഉൾപ്പെടുത്തുക തുടങ്ങിയവയോടൊപ്പം പ്രാരംഭ ഘട്ടത്തിൽ രോഗനിർണയവും ചികിത്സയും അനിവാര്യമാണ്. ആടുകളിൽ പാൽ, മാംസം എന്നിവയുടെ ഉൽപ്പാദനത്തിൽ കുറവുണ്ടാക്കുന്ന വിധം വളർച്ചാ നിരക്ക്, പ്രത്യുൽപാദന ശേഷി, പ്രതിരോധശേഷി എന്നിവയെ വിളർച്ചാ രോഗം ബാധിക്കുന്നു. ശരീരത്തുണ്ടാകുന്ന രക്തക്കുറവാണ് അനീമിയ ഉണ്ടാക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ പല രോഗങ്ങളുടെയും അനന്തരഫലമോ ലക്ഷണമോ ആണ് വിളർച്ച. വിരബാധ, പോഷകാഹാരത്തിൻ്റെ ന്യൂനത, ചെള്ള്, പേന്, മണ്ടരി തുടങ്ങിയ ബാഹ്യപരാതങ്ങൾ, രക്തത്തിൽ താമസിക്കുന്ന ബാഹ്യപരാതങ്ങൾ എന്നിവയൊക്കെ വിളർച്ചയ്ക്ക് കാരണമാകുന്നു. എല്ലാ പ്രായത്തിലുള്ള ആടുകളിലും വിളർച്ച ഉണ്ടാകാമെങ്കിലും കുട്ടികളെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. വിശപ്പില്ലായ്മ, മിനുസം കുറഞ്ഞ രോമങ്ങൾ, ശരീരം മെലിച്ചിൽ, പാല് കുറയൽ, കിതപ്പ്, തളർച്ച, ചെന പിടിക്കാതിരിക്കൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. കണ്ണിൻ്റെ താഴെയുള്ള ശ്ലേഷ്മസ്തരത്തിൻ്റെ നിറത്തിലുള്ള വ്യത്യാസം നോക്കി വിളർച്ച ഉണ്ടോ എന്ന് കണ്ടെത്താം. വിളർച്ച ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടെത്തുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. ചാണകം, രക്തം, രോമം എന്നിവ ലബോറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ രോഗകാരണം കണ്ടെത്താവുന്നതാണ്.
കൃത്യമായ സമയത്തും അളവിലും വിരമരുന്ന് നൽകുന്നതാണ് വിളർച്ച തടയാനുള്ള പ്രധാന പ്രതിരോധ മാർഗം. കൂടാതെ ചെള്ള്, പേന് തുടങ്ങിയ ബാഹ്യ പരാതങ്ങൾക്കെതിരെ മരുന്ന് നൽകണം. പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത ലക്ഷണങ്ങളോടെ കാണുന്ന വിളർച്ച കർഷകർ അറിയാതെ തന്നെ അവർക്ക് സാമ്പത്തിക നഷ്ടം വരുത്തി വയ്ക്കുന്നതാണ്.